ഹായ് ഹോൾ അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിൻ്റെ ശേഷം ഇട്ടതാ ഞാനിപ്പോൾ അടുക്കളയ്ക്ക് വന്ന് ആദ്യം തന്നെ ഇതാ ജനലകളൊക്കെ ഒന്ന് അടച്ചു വിട്ടാം. അപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എള്ളും കടലയും അരിയും അങ്ങനെ ബദും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ എള്ളും കടലയും ഉണ്ടാക്കാമെന്ന് പറയല്ലോ, പറയാൻ കിട്ടില്ല കേട്ടോ. പൊടി ആ ഒരു പൊടി ഉണ്ടാക്കാനും വേണ്ടി നിൽക്കേണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് എടുത്തു വെച്ചേണ്ട എള്ളും കടലയും അണ്ടിപ്പരിപ്പും അതേമാതിരി ബദാമും ഒക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്ത് വെച്ചതായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എല്ലാം കൂടി ഒറ്റയടിക്ക് ഉണ്ടാക്കി വെക്കണ്ട വിചാരിച്ചിട്ടാ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചപ്പോൾ 1 കിലോന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഇതൊക്കെ എല്ലതും ഒരേ അളവല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ അന്നുണ്ടാക്കിയ ബാക്കിയുള്ള ഐറ്റംസ് വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എള്ള് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ. 500ൻ്റെ മുക്കാലോളം നിറയെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എള്ളും കടലാണെങ്കിലും ഒരു 200 300ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും അത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർക്കണമെന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ അരി പിന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഞാൻ ആ ഒരു ഇതിന് പാകമാക്കിയിട്ട് അങ്ങനെ എടുത്തേക്കായിരുന്നു കേട്ടോ. കടലിൻ്റെയും എള്ളിൻ്റെയും ഒക്കെ ഒരു കണക്കനുസരിച്ച് അരി എടുത്തേക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുക കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായാൽ നല്ലതല്ല. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴും രാവിലെ കാൽച്ചായൻ്റെ കൂടെ കൊടുക്കാനും ഒക്കെ നല്ലതല്ല. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായാലും നമുക്ക് ഒരുപാട് ദിവസങ്ങൾ പിന്നെ ഉണ്ടാവും ചെയ്യല്ല, ഒരുപാട് ദിവസത്തിനുണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ചും കൂടി അരി എടുത്തു കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ ഒരേ അളവിൽ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതില്ലാച്ചിട്ട് പ്രശ്നമില്ല. നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് പിന്നെ ഉള്ള അളവ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ഇതിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരേ അളവിലായിരുന്നു കേട്ടോ അന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നെങ്കിൽ ഒരേ അളവിൽ എല്ലതും റെഡിയാക്കി എടുക്കുക. 500 വെച്ചിട്ടോ അല്ലെങ്കിൽ 300 പിന്നെ കടല, 300 എള്ള് അങ്ങനെയൊക്കെ ആക്കിയിട്ട്. പിന്നെ ചിലർ എള്ള് പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എടുക്കണേലും പിന്നെ പകുതിയായിട്ടേ എള്ള് എടുക്കുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ എള്ള് അത്യാവശ്യം എടുക്കലുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ അരിയൊക്കെ കഴുകി പിന്നെ എള്ളൊക്കെ കഴുകി വെള്ളം വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ നമ്മൾ കടല വറുത്തെടുക്കാണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അരിയത്തെ വെള്ളമൊക്കെ ഒന്നാണ് പോയതിന് ശേഷം ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഇടയിൽ കൂടി ഈ കടല ഫസ്റ്റ് വറുത്തത് കുറച്ചൊന്ന് പിന്നെ വറവ് കയറിപ്പോയിട്ട് അത്ര തന്നെ അങ്ങോട്ട് ഡാർക്ക് കളർ ആവണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പഴയ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ചെമ്പട്ടി ഉണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ ചെമ്പട്ടി ഉണ്ടെങ്കിൽ അതിൽ റെഡിയാക്കാം. പക്ഷെ എനിക്കൊന്നും കൂടി ഇതിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ ആയി കിട്ടണ പോലെ തോന്നിയിട്ടാ. അപ്പോൾ ഞാൻ പിന്നെ ഓരോന്നോരോന്ന് നമ്മളിപ്പോൾ സമയം ഒരു 5 മണിൻ്റെ ശേഷമാണ്. അപ്പോൾ ഒരു മൂഡ് തോന്നിയതാണ് കേട്ടോ അന്നിപ്പോൾ ഇത് ഉണ്ടാക്കുക. കുറേ ദിവസം ഉണ്ടാക്കണം എന്നൊന്ന് വിചാരിക്കണം. മക്കൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമായും ചെയ്തു. അപ്പം ഞാൻ എളുപ്പത്തിലായി കിട്ടാൻ വേണ്ടി ഇതൊക്കെ വേറൊരു ചട്ടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കടല അങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എള്ള് കടല ബദാം അണ്ടിപ്പരിപ്പ് ബദാം ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് കടലയും എള്ളും പിന്നെ അരിയും വെച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കണം. പിന്നെ അതിലേക്ക് കൊപ്പര വേണം കേട്ടോ. കൊപ്പര ഉണ്ടെങ്കിൽ സൂപ്പറാകും. അപ്പോൾ നമ്മളെ കയ്യിൽ കൊപ്പര ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചത്തേങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ പച്ചത്തേങ്ങ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് വെള്ളം വറ്റി വരുന്ന തേങ്ങ ഉണ്ടല്ലോ അങ്ങനെ ചേർത്ത് കൊടുത്തു. കൊപ്പര ഉണ്ടെങ്കിൽ അടിപൊളിയാകും കേട്ടോ. അപ്പോൾ നമ്മൾ കടല വറുത്ത മോഡൽ കണ്ടില്ല. പിന്നെ വറുക്കണതൊന്നും ഞങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയണില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിയണമല്ലോ. അരി വറുക്കാനും കടല വറുക്കാനും എള്ള് വറുക്കാനൊക്കെ ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ അരിയൊക്കെ ഒന്ന് പൊട്ടിപ്പൊരിഞ്ഞ് തീരണ വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ വെച്ചും കൊണ്ട് പോയാൽ പിന്നെ എന്താ പറയുക ഒരേപോലെ ഇങ്ങോട്ട് വറവായി കിട്ടൂല. വറവാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കണ നേരത്തെ ഇങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടൂല കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ അരിയും അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. മറ്റടുപ്പത്തും അരി വറുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് പിന്നെ നോക്കിക്കാണ്ട് റെഡിയാക്കി എടുക്കേണ്ട. അപ്പോൾ കടല വറുക്കലാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്കും അരി ഇട്ട് കൊടുത്തിട്ട് 2 ചട്ടിയിലും കൂടി ആയിട്ട് അങ്ങനെയാണ് വറുത്തെടുക്കട്ടെ.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊരു കടിയായി, എന്നാൽ ആ കുട്ടികൾക്ക് നല്ല ഭംഗി വെക്കാനും തടി വെക്കാനും ഒന്ന് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താനും അറിയില്ല, അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. നമ്മൾ പ്രസവിച്ച് കൊടുക്കണ പിന്നെ പ്രസവിച്ച് കൊടുക്കുന്ന ടൈമിൽ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നമ്മൾ കുട്ടികൾ വലിയ കുട്ടികളാവുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യലുണ്ടല്ലോ. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ എള്ളിട്ടില്ലെങ്കിലും നമ്മൾ കൊപ്പരപ്പുട്ട് പോലെ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പം ഞാൻ നമ്മൾ ആ ഒരു വറുക്കണ ഇടയിലൂടെ ആവണ അരി വറുത്തത് ഞാൻ ഇതാക്കണം ഇതിനിടയിൽ അങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. മറ്റേത് അതിലും കൂടി കഴിയാൻ നിന്നാൽ നമ്മളെന്ത് പതിമൊന്ന് എണീറ്റ് പോവലുണ്ടാവില്ല. അപ്പോൾ അരി വറുക്കാനിടുമ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ ഒന്ന് ഇങ്ങനെ മാറി നിൽക്കട്ടെ, ചെറിയ തീരിട്ട് മാറി നിന്നുകൊണ്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക. അറിയാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കരുതിട്ട്, ഇത് അതിൻ്റെ അടി കൂടി ഇങ്ങനെ പൊടിച്ചെടുക്കാനുള്ള പരിപാടിക്ക് നിൽക്കാത്തതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ അരി വേണമെങ്കിൽ അടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ അതിൻ്റെ അടി കൂടി പൊടിക്കാനുള്ളത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. കടല ഇതാക്കിയിട്ടില്ല കേട്ടോ, പൊടിച്ചെടുക്കില്ല. കാരണം അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം കളഞ്ഞിട്ട് വേണമല്ലോ പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇന്നതാ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്നിതാ വറുത്ത്, ഇതൊന്നും അധികം സമയം വേണ്ട കേട്ടോ, പെട്ടെന്ന് റെഡിയായി കിട്ടും. അണ്ടിപ്പരിപ്പ്, കടല, പിന്നെ അതാണ് എള്ള്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അരി വറുത്തെടുക്കാനും കടല വറുത്തെടുക്കാൻ പിന്നെ കുറച്ച് സമയം എടുക്കലിട്ടാ. പിന്നെ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും ചെയ്യും. ഇനിയിപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് ഇത് സോറി ബദാം ഒന്ന് വറുത്തെടുക്കണം. ബദാമും അണ്ടിപ്പരിപ്പൊക്കെ അതിൻ്റെ അടിയിൽ മക്കൾ പിന്നെ കണ്ടപ്പോൾ എടുത്ത് ഇങ്ങനെ തിന്നണുണ്ട് കേട്ടോ. അപ്പോൾ അളവൊക്കെ കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വേഗത വറുത്തെടുക്കേണ്ട ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ എള്ള് വറുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എള്ള് വറുക്കുമ്പോൾ പിന്നെ അധിക വറവ് ഏറി പോയിട്ടുണ്ടെങ്കിൽ പൊടിക്കൊരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഓവർ വറവാവരുത്, എന്നാലും കുറഞ്ഞു പോവുകയും ചെയ്യരുത്. കുറഞ്ഞു പോയാലാണെങ്കിൽ ആ പൊടിക്കണ നേരത്ത് പൊടിഞ്ഞു കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം വറുക്കുമ്പോൾ. പെട്ടെന്ന് വറുത്തെടുക്കണം കേട്ടോ. ഫുള്ള് തീയിലിട്ടിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന്, നമ്മളിപ്പോൾ വെള്ളം വാർത്ത് വെച്ചതല്ലേ കഴുകിക്കാണ്ട്, അപ്പോൾ വെള്ളം ഒന്ന് പോവോളം വറുത്തതിന് ശേഷം ഒന്നും കൊണ്ട് ഇങ്ങനെ അരി പൊട്ടിപ്പോരുന്ന മാതിരി എള്ളും പൊട്ടിപ്പോരിട്ടാ. അപ്പോൾ പെട്ടെന്ന് വറുത്തുകാണ്ട് എടുക്കാം. അങ്ങനെ നമ്മൾ വറുക്കലിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും ഇതൊക്കെയാണ് ഒപ്പിട്ടുകാണ്ട് അങ്ങനെ കണ്ട് പിന്നെ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സുജാതൻ്റെ ഈ ഒരു ജാറ് അത് രക്ഷയില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ ജാർ ഇപ്പോൾ കേട് വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നന്നാക്കിയൊക്കെ കൊടുന്നതിന് വീണ്ടും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചെറിയ ജാറിലിട്ട് കാണാണ് പൊടിച്ചെടുക്കുക. അതിനാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അതിൻ്റെ മൂടി പൊട്ടിയും ചെയ്തിക്കണം. അപ്പോൾ തോനിട്ട് കേട്ടോ ആക്കാനും വയ്യ കേട്ടോ, പുറത്തേക്ക് ആ മൂടിൻ്റെ ഉള്ളിൽ കൂടി ചാടുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പൊടിഞ്ഞ് റെഡിയായി കിട്ടും കേട്ടോ ഈ ഒരു മിക്സിയിൽ. അങ്ങനെ എന്താ നമ്മൾ വറുത്തതിന് എല്ലാ എള്ളും പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ലാസ്റ്റ് കടല കേട്ടോ. കടല ആണ് ഇതാക്കാൻ റെഡിയാക്കാനും ഭയങ്കര മടി. കാരണം എന്താ, അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം ഒരതി ചേറിയെടുത്തിട്ട് വേണം. ഇക്കാണെങ്കിൽ ആ ഒരു മുറത്തിലിട്ട് ചേർന്നത് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ നല്ല ചട്ടിയിലിട്ട് കൈ വെച്ചിട്ട് ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ ചട്ടിയുടെ മുറത്തിലൊന്നും ആക്കാൻ തന്നെ, കാരണം മുറത്തിലാക്കി എന്തായാലും കച്ചറ പോകില്ല, രണ്ടും കൂടി ഒപ്പയിക്കാരം പോകൽ ചേറിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തുകാണ്ട് ഊതിക്കാണ്ടൊക്കെ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാ. അല്ലാതെ കഴിയണില്ല. അങ്ങനെ ഒരു വിധത്തിലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് പിന്നെ പൊടിച്ചെടുത്തുകയാണ്. അപ്പോൾ അതിതാ ഒന്ന് ഞാൻ പിന്നെ കടല വല്ലാണ്ട് ഇങ്ങോട്ട് പൊടിച്ചെടുക്കൂല കേട്ടോ. നമ്മളിങ്ങനെ പൊടിയാ കഴിക്കണ നേരത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരിപ്പോട് കൂടി ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു രസമായിട്ട് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല അങ്ങനെ രസമായിട്ട് തോന്നി. പക്ഷെ അരി നല്ലോണം പൊടിയണം. ആ അരി പൊടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. കാരണം നമുക്ക് പിന്നെ തിന്നാനൊരു സുഖം കിട്ടൂല കേട്ടോ ഇങ്ങനെ കടിക്കുമ്പോൾ. അപ്പോൾ അരിയൊക്കെ നല്ലോണം പൊടിച്ചെടുക്കണം. പിന്നെ ഇതാ ശർക്കര, ഇതാ ഈ ഒരു മോഡൽ ശർക്കര എൻ്റെ അടുത്തുള്ളത്. പക്ഷേ ഇതൊരു ഉപ്പ് രസത്തോട് കൂടിയിട്ടുള്ള ശർക്കര. പക്ഷെ നല്ല ശർക്കര ഇതാണ്, നമ്മളെ മറ്റേ ആണിവെള്ളത്തിനെക്കാളും നല്ലത് ഇതാണ് കേട്ടോ. അങ്ങനെ അത് ഇതൊക്കെയാണ് ആവശ്യത്തിന്. നമുക്ക് ശർക്കരയൊക്കെ പിന്നെ നമ്മൾ ആവശ്യത്തിന് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അധികം ചേർത്തെടുക്കുക, പാകത്തിന് മധുരമുള്ളവർ അതിനനുസരിച്ച് ചേർത്തെടുക്കുക ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ എല്ലതും പൊടിച്ചതാ കൊണ്ടുപാത്രത്തേക്ക്
ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം ഞാൻ ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ കട്ടക്കട്ടായിട്ട് പിടിച്ച് അതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ എള്ള് കുറവുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ അല്ലെങ്കിൽ നല്ല കറുപ്പ് കളർ കഴിക്കാറ് എള്ള് അധികം ഉണ്ടാവുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ അളവിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എള്ള് പിന്നെ അത്ര ആവശ്യമില്ലാത്തവർ അതിൻ്റെ താഴെ കണ്ടെടുത്താലും മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം മറന്നു കേട്ടോ, തേങ്ങ പൊടിച്ച് കണ്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഒരു തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം പച്ച തേങ്ങ ആയതുകൊണ്ട് പിന്നെ വെള്ളം വറ്റാത്ത തേങ്ങ ആയതുകൊണ്ട് ഞാൻ ഒന്നേ ഇട്ട് കൊടുക്കണുള്ളൂ. കൊപ്പരയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ സംഭവം. അപ്പോൾ അതില്ല, വെള്ളം വറ്റിയ തേങ്ങ ഒന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് പിന്നെ കുറച്ച് പൊടിയും തേങ്ങയും കൂടി അങ്ങനെ മിക്സാക്കി കണ്ടാണ്ട് പൊടിച്ചെടുത്തിട്ടോ. മറ്റേത് പച്ച തേങ്ങ അല്ല, പൊടിഞ്ഞിങ്ങോട്ട് കിട്ടണില്ല. അങ്ങനെ ഇപ്പോൾ പിന്നെ റെഡിയായി കിട്ടി. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത് അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ശർക്കര ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആവശ്യത്തിന് ഇടല്ല വിചാരിച്ചിട്ട്. പക്ഷേ മധുരം കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ എടുത്തിട്ടുള്ള ശർക്കര മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായപ്പരം കൂടി ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് വറുത്ത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മരിഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേഗം മരി സ്കെച്ചൊക്കെ വന്നതിൻ്റെ ശേഷം ഇതൊക്കെ വേഗം അകൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. ആകം വെച്ചാൽ നമ്മൾ കിച്ചൺ ക്ലീൻ ആക്കി എടുക്കുകയാണ്. എന്തായാലും പൊടിയും പൊട്ടും ആയാലും അറിയാമല്ലോ, നല്ല പൊടിയും പൊട്ടൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഞാനിതാ ടേബിളും റാക്കൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വലിയ അടുക്കളത ഒന്ന് അടിച്ചേരി വാരിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വർക്ക് ഏരിയ നമ്മളെ ഗ്യാസ് അടുപ്പും പിന്നെ റാക്കൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ അതിക്ക് പൊടിയും പഞ്ചസാരൊക്കെ ഇട്ടിട്ട് നമ്മൾ ചായ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പും ഇവിടെ ഒന്നാണ്ട് തുടച്ചെടുത്താട്ടെ. പൊടിയും മുട്ടൊക്കെ 4 വൈക്ക് ആയിട്ടുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ, ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് കഴുകി എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി എടുത്തതിന് ശേഷം സമാധാനത്തോടു കൂടി ചായ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വർക്കണ പരിപാടിക്കൊക്കെ നിൽക്കുകയാണ്, വൈകുന്നേരം തന്നെ ചാടിക്കണം എന്നെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ അടുക്കളയ്ക്ക് വരണം കേട്ടോ. അതിപ്പോൾ ഞാൻ 5 മണിയൊക്കെ ആയില്ലേ, 5 മണിയൊക്കെ കഴിഞ്ഞ് 5:30 ആയിട്ടുണ്ട് ഞാൻ അടുക്കളയ്ക്ക് വന്ന്. അപ്പോൾ ഓരോന്നും ഇവിടെ മനസ്സിലേക്ക് തോന്നുന്നതാണ്. തോന്നുമ്പോൾ പിന്നെ ആ തോന്നുന്ന ആ ടൈമിൽ തന്നെയാണ് ചെയ്യണം. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെ അത് നടക്കലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ആ നേരത്തെ ആയതുകൊണ്ടാണ് ഇപ്പം നേരം മരിബാങ്കൊക്കെ കൊടുത്തത്. അങ്ങനെ പിന്നെ മരിബ് സ്കെച്ചതിന് ശേഷമാണ് ഇപ്പോൾ പാത്രം ക്ലീൻ ആക്കലൊക്കെ നടക്കണത് കേട്ടോ. അപ്പം ഇനി ഇതാണ്ട് കഴുകി വെച്ചതിന് ശേഷം സമാധാനത്തോടു കൂടി ചായ അടിക്കാൻ വേണ്ടി, പിന്നെ ചായ ആണെങ്കിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി ഫാനൊക്കെ ഇട്ട് ടേബിളുമ്മൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാത്രം ഇങ്ങനെ അതിനാത്രമൊന്നുമില്ലല്ലോ കഴുകിയെടുക്കാൻ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ചട്ടി ഇങ്ങോട്ട് വെറുതെയിട്ട് പോയി കിട്ടുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇനി സെബീനപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിട്ട് കമ്പിട്ട് കണ്ട് വരുത്തിയാൽ ആ ഉള്ളത്തെ കറുപ്പും കാര്യങ്ങളൊക്കെ പോകട്ടാ. അപ്പോൾ അത് നമ്മളെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട്, ഇനി വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ ചായയൊക്കെ ഒന്ന് പാർന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം എനിക്കിപ്പോൾ ആവശ്യമില്ല കേട്ടോ, പിന്നെ പൊടിയും കാര്യങ്ങളൊന്നും തിന്നാൻ ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഉടനെ കഴിക്കാനൊരു ആവശ്യം, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ അങ്ങോട്ട് തോന്നൂല. പിന്നെ കുറച്ച് പിന്നെ പിറ്റേന്നൊക്കെ ആയിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ കഴിക്കൊള്ളും. അപ്പോൾ ഇതൊക്കെ ചായയൊക്കെ ഞാൻ പാർന്ന് അവർക്കുള്ളത് പൊടിയൊക്കെ ഇതൊക്കെ 3 പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കല്ലോ. അപ്പോൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉമ്മയും മക്കളും കൂടി അങ്ങനെയാണ് കുടിക്കട്ടെ. ഞാനാണെങ്കിൽ എനിക്കിപ്പോൾ ആവശ്യമില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി ഇങ്ങോട്ട് കഴിഞ്ഞ് കൂടുമ്പോഴാകുമ്പോൾ എന്താണെന്ന് അവർ തിന്നാനുള്ളൊരു ഇതിങ്ങോട്ട് ആയി കിട്ടൂല. അപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാണ്ട് കട്ടൻ ചായയും കുടിച്ച് പിന്നെ അത് പാത്രത്തിലാക്കാൻ വേണ്ടി നിന്നിട്ട് ടിന്നിലാക്കി വെക്കണമല്ലോ. അപ്പോൾ ഞാനിതൊക്കെ ടിന്നിലാക്കി വെക്കണം. നമുക്ക് പിന്നെ ടിന്നൊക്കെ എപ്പോഴും കഴുകി വെച്ചത് സ്റ്റോക്ക് ഉണ്ട് അവിടെ. കാരണം ഞാൻ ടിന്നും കാര്യങ്ങളൊക്കെ അതിലുള്ളത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കഴുകി ഉണക്കി മൂടിയിട്ട് എടുത്തു വെക്കും. നമുക്കെന്നാൽ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും റെഡിയാക്കുന്ന നേരത്തെ പിന്നെ കഴുകി ഉണക്കാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് അതേപടി എടുത്തുകാണ്ട് അതിക്കാണ്ട് നിറച്ചെടുത്താൽ മതി. അങ്ങനെ ഇതൊക്കെ 2 ടിന്നിനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 500ൻ്റെ ടിന്നിൽ പിന്നെ 1 കിലോനുണ്ടായിരുന്നു എല്ലാം കൂടി. അപ്പോൾ അത് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്കിത് ഫ്രിഡ്ജിക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പച്ച തേങ്ങ അല്ല നമ്മൾ ഇതിലേക്ക് ഇട്ടത്, കൊപ്പര ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിക്ക് വെക്കേണ്ട ആവശ്യമില്ല. കുറേ ദിവസം പുറത്ത് വെച്ചാൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.